യാതൊരു കാരണവും കരുണയുമില്ലാതെ നൈജീരിയയിലെ നിരപരാധികളായ ക്രൈസ്തവരെ കൊന്നൊടുക്കുകയും അവരുടെ ചോര കണ്ട് മതിക്കുകയും ചെയ്യുന്ന പ്രവണത പതിറ്റാണ്ടുകളായി നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾ തുടരുകയായിരുന്നു. അങ്ങനെ പതിറ്റാണ്ടുകളായി ഇസ്ലാമിക തീവ്രവാദികളാൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നൈജീരിയൻ ക്രൈസ്തവർക്ക് വേണ്ടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സർവശക്തനായ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ആ വാർത്തകൾ ഇപ്പോൾ അടങ്ങാത്ത ആവേശത്തോടെയാണ് ലോകമെങ്ങുമുള്ള സമാധാനകാംക്ഷികളായ മനുഷ്യർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പച്ച മനുഷ്യനെ പിടിച്ചു തിന്നുന്ന തരത്തിൽ ക്രൂരവും കഠിനവുമായ പ്രാകൃത അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങിയിരുന്ന ആഫ്രിക്കയിലെ പാരമ്പര്യ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് സുവിശേഷം നിമിത്തം സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ധീരന്മാരായ ക്രിസ്ത്യൻ മിഷണറിമാർ കടന്നു ചെന്നാണ് ആഫ്രിക്കയിലെ പാരമ്പര്യ ഗോത്ര വിഭാഗങ്ങളിൽ പലരിലേക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറച്ചത്. അങ്ങനെ ഗോത്രവിഭാഗക്കാരും ക്രൈസ്തവരും മാത്രമുണ്ടായിരുന്ന നൈജീരിയയിലേക്ക് ആസൂത്രിതമായ അജണ്ടകളോടെ എത്തിയ ഇസ്ലാമിക ശക്തികളുടെ എണ്ണം ശരവേഗത്തിൽ പെരുകുകയും താമസിക്കാതെ ക്രൈസ്തവരെക്കാൾ 1% മുന്നിലെത്തുകയും ചെയ്തതോടെയാണ് ഫുലാനി, ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്നീ ഇസ്ലാമിക ഭീകര സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിക ശക്തികൾ ക്രൂരമായ ക്രൈസ്തവ ധ്വംസനം അവിടെ അഴിച്ചുവിട്ടത്. കേവലം ആക്രമണങ്ങളായിരുന്നില്ല, ക്രൂരമായ ക്രൈസ്തവ വംശഹത്യകളായിരുന്നു നൈജീരിയയിൽ നടമാടിയത്. അങ്ങനെ ഒരിക്കൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവർ 45%ത്തിലേക്കും തുലം ന്യൂനപക്ഷമായ ഇസ്ലാമിക ജനസംഖ്യ 53%ത്തിലേക്കും എത്തിച്ചേർന്നു. ഈ വലിയ മാറ്റത്തിന്റെ കാരണം അന്വേഷിച്ചു ചെന്നാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആബാലവൃന്ദം ക്രൈസ്തവരുടെയും ആത്മാക്കളുടെ തേങ്ങലുകളായിരിക്കും അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുക. കൃത്യമായ ഇടവേളകളിൽ ക്രൈസ്തവർ കൂട്ടക്കുരുതി കഴിക്കപ്പെടുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി തുടരുന്നുണ്ടായിരുന്നുവെങ്കിലും ഐക്യരാഷ്ട്രസഭ അത് ഗൗരവമായി എടുക്കുകയോ നൈജീരിയൻ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. ലോകരാഷ്ട്ര തലവന്മാരും അത് കണ്ടിട്ട് ക്രൂരമായ മൗനമായിരുന്നു ദീക്ഷിച്ചത്. കാരണം തീവ്രവാദികൾക്ക് വിടുപണി ചെയ്ത് കസേര നിലനിർത്തിപ്പോന്ന നൈജീരിയൻ സർക്കാരിന്റെ തലപ്പത്തിരുന്നവർ സത്യത്തെ പച്ചക്കള്ളമായും പച്ചക്കള്ളത്തെ പരമാർത്ഥമാക്കിയും മാറ്റിക്കൊണ്ട് നൈജീരിയയിൽ ക്രൈസ്തവ പീഡനം നടക്കുന്നില്ല എന്ന പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടായിരുന്നു തടി തപ്പിക്കൊണ്ടിരുന്നത്. ഗാസയിൽ ഉള്ളതും ഇല്ലാത്തതുമായ കൂട്ടക്കുരുതിയെ ഉണ്ടാക്കാനും ഒരിക്കലും സംഭവിക്കാത്ത സ്ഫോടനങ്ങളും ആക്രമണങ്ങളും വിഷ്വൽ എഫക്റ്റിലൂടെ ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ ലോകത്തിന്റെ മനസാക്ഷിയെ തിരിക്കുന്ന എക്കോസിസ്റ്റം ഉയർത്തിയ അൽ ജസീറയ്ക്കൊപ്പം നൈജീരിയൻ സർക്കാരും അവിടുത്തെ ക്രൈസ്തവ കൂട്ടക്കുരുതികളെ മറച്ചുവെക്കുകയായിരുന്നു ചെയ്തത്. അതിലെ യാഥാർത്ഥ്യം തിരയാൻ ലോക നേതാക്കന്മാർ ആരും മെനക്കെടാത്ത സ്ഥാനത്ത് നൈജീരിയയിലെ ക്രൈസ്തവരുടെ നിസ്സഹായത നിറഞ്ഞ നിലവിളികൾക്ക് ഉത്തരമായി ഇപ്പോൾ ദൈവം ട്രംപിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് മാന്യമായ ഭാഷയിൽ ട്രംപ് നൈജീരിയയ്ക്ക് ഒരു താക്കീത് കൊടുത്തതായിരുന്നു, ക്രൈസ്തവരെ ഇനി ഉപദ്രവിക്കരുത് എന്ന്. പക്ഷേ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി പോലെ അവരത് ഗൗനിച്ചില്ല. എന്നാൽ ട്രംപ് നിർണയിച്ച സമയത്ത് ക്രിസ്തുമസ് രാവിൽ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്ക് അശനിപാതമായി പെയ്തിറങ്ങുകയായിരുന്നു ട്രംപിന്റെ പീക്ക് ലെവൽ അറ്റാക്കിങ്ങുകൾ. നൈജീരിയയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വിന്യസിച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകര ക്യാമ്പുകളെല്ലാം US സേന ചാമ്പലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബ്രൂസ് വില്ലീസിനെ നായകനാക്കി 2003 ആൻഡ്രോയിൻ ഫക്വ സംവിധാനം ചെയ്ത ടിയേഴ്സ് ഓഫ് ദി സൺ എന്ന ഹോളിവുഡ് സിനിമയും നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെ പീഡനം അഴിച്ചുവിടുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ നൈജീരിയൻ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതികാര നടപടികളെ അവലംബിക്കുന്നതായിരുന്നു. കാലചക്രം തിരിഞ്ഞപ്പോൾ അഭ്രപാളികൾക്കപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുടെ സൈന്യം നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി എന്നത് ആവേശോജ്വലമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഭീകരവാദികൾ നൂറ്റാണ്ടുകളായി നിരപരാധികളായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചും ക്രൂരമായും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് നിർത്തിയില്ല എങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ മുൻപ് ഈ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അവരത് അനുസരിച്ചില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കനത്ത ആക്രമണങ്ങളാണ് ഞങ്ങൾ നൈജീരിയയിൽ നടത്തിയത് എന്നും തീവ്ര ഇസ്ലാമിക ഭീകരതയെ വളരാൻ നമ്മുടെ രാജ്യം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും ദൈവം നമ്മുടെ സൈന്യത്തെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രസ്താവിച്ച ട്രംപ് അങ്ങേയറ്റം കൗതുകകരമായ വിധത്തിൽ മരിച്ച തീവ്രവാദികൾക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ക്രിസ്ത്യാനികൾക്കെതിരെ അവരുടെ കൂട്ടക്കൊല തുടർന്നാൽ ഇനിയും അമേരിക്ക രംഗത്തിറങ്ങുമെന്ന മുന്നറിയിപ്പും നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സൗത്ത് ആഫ്രിക്ക ഒഴികെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ക്രൈസ്തവർ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയ കൂടാതെ മൊസാംബിക്ക്, കോങ്കോ, നൈജർ, ബുർക്കിന ഫാസോ എന്നിങ്ങനെ നീളുകയാണ് ആ രാജ്യങ്ങളുടെ ലിസ്റ്റും ക്രൈസ്തവ വംശഹത്യയുടെ കണക്കുകളും. ഹമാസ് തീവ്രവാദികളുടെ കയ്യിലിരിപ്പിന്റെ മേന്മ കൊണ്ട് ഗാസയിൽ കൊല ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം തേങ്ങുകയും മോങ്ങുകയും പേര് വായിച്ച് വിലപിക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ശകലീകരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് നൈജീരിയൻ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള പ്രതിശാന്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.
തിന്നതെല്ലാം എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ഇസ്ലാമിക തീവ്രവാദികൾ വാഴുന്ന മറ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ഇതൊരു സമാധാന പാഠമായി എടുത്തില്ല എങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് ഇതുപോലുള്ള കനത്ത നാശം തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം.